കഴിഞ്ഞ 37 ദിവസമായി നമ്മുടെ ആശാപ്രവർത്തകർ എല്ലാ ആശയവുമറ്റ നിരാശരായി സമരമിരിക്കുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ. ഇന്ന് 37ാം ദിവസമാണ്. ഇന്ന് സെക്രട്ടേറിയറ്റ് ഉപരോധം അവർ പ്രഖ്യാപിച്ചിരുന്നു. 2 ആഴ്ച മുൻപ് തന്നെ പ്രഖ്യാപിച്ചതാണ്. ആ സമരത്തിനെ തളർത്താൻ വേണ്ടി സർക്കാർ പലതും ചെയ്തു. നമുക്കറിയാം, ഹിമ, പുറത്ത് ചുട്ടുപൊള്ളുന്ന വെയിലാണ്. ആ വെയിലിൽ ഇരുന്ന് സമരം ചെയ്യുന്ന 7 ആശാപ്രവർത്തകർ കനത്ത ചൂടിൽ ഇന്ന് തളർന്നു വീണു. ഇവരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേസമയം സമരം ശക്തമാക്കാനും നീക്കമുണ്ട്. ആശാപ്രവർത്തകർ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടക്കും. മാർച്ച് 20 മുതൽ നിരാഹാരം തുടങ്ങുകയാണെന്ന് സമരസമിതി അറിയിച്ചിട്ടുണ്ട്. അമൽ തേരമർമിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമൽ, സർക്കാർ ഏതാണ്ട് കൈയൊഴിഞ്ഞ മട്ടാണ്. ഇവരുമായി സംവദിക്കാനൊന്നും തയ്യാറായിട്ടില്ല. ഒരു നിവൃത്തിയുമില്ലാതെയാണ് ഇപ്പോൾ 2ാം ഘട്ടം എന്ന നിലയിൽ നിരാഹാരത്തിലേക്ക് കടക്കുന്നത്. അത് വ്യാഴാഴ്ച തുടങ്ങുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള സമരം പല ഭാഗങ്ങളിൽ നിന്ന്, പല നാടുകളിൽ നിന്ന് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരവേദിയിലേക്ക് ആശാപ്രവർത്തകർ എത്തുന്നുണ്ടായിരുന്നു. നമ്മുടെ അന്തരീക്ഷം ചുട്ടുപൊള്ളുന്ന വെയിലാണ്. ഈ സമയത്തൊക്കെ താങ്ങാൻ കഴിയാതെയാണ് കുഴഞ്ഞു വീണത്. എത്ര പേരെയാണ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത് അമൽ? രാവിലെ മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉപരോധം തീർക്കുകയാണ് ആശാ വർക്കർമാർ. 36ാം ദിവസത്തിലേക്ക് സമരം കടക്കുമ്പോൾ സമരത്തിന്റെ രൂപം മാറുകയാണ്. രാവിലെ സമരത്തിനുണ്ടായിരുന്ന ആളുകളുടെ എണ്ണം ഓരോ മിനിറ്റിലും വർദ്ധിക്കുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. വലിയ പങ്കാളിത്തം, ആശാ വർക്കർമാരുടെ പങ്കാളിത്തമുണ്ട്. സെക്രട്ടേറിയറ്റ് മുന്നിലൂടെയുള്ള പാത നിശ്ചലമായി കിടക്കുന്നു. സമീപകാലത്തൊന്നും ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള ഗതാഗതമില്ലാതെ സമരം ഇത്രയും സമയം നീണ്ടുപോയ ഒരു സാഹചര്യം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. മറ്റേതെങ്കിലും സമരമൊക്കെ ആണെങ്കിൽ യുവജന പ്രസ്ഥാനങ്ങളുടെയും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും സമരമൊക്കെ ഇവിടെ നടക്കുമ്പോൾ ഈ 2 പാതയാണ്, 2 വഴിയാണുള്ളത്. ഒന്ന് തമ്പാനൂർ ഭാഗത്തേക്ക് പോകുന്നതും ഒന്ന് തമ്പാനൂരിൽ നിന്ന് വരുന്നതും. ആ 2 പാതയും പൂർണ്ണമായും ഉപരോധിച്ചുകൊണ്ടുള്ള സമരം നടക്കുന്നു. ആ സമരത്തെ സാധാരണ നിലയിലാണെങ്കിൽ ഒരു വഴി ക്ലിയർ ചെയ്ത് പോലീസ് അവിടെയുള്ള സമരക്കാരെ മാറ്റി മുന്നോട്ട് പോകും. പക്ഷേ അങ്ങനെ ഒരു ബലപ്രയോഗത്തിലേക്ക് ഇവിടെ കടക്കുന്നില്ല. ഈ വിഷയത്തിൽ സർക്കാർ ഇതിനോടകം തന്നെ പ്രതിരോധത്തിലാണ്. അപ്പോൾ അത്തരത്തിലൊരു ബലപ്രയോഗം കൂടി ഉണ്ടായാൽ അതുണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്ത് എത്രത്തോളം ഉണ്ട് എന്ന നല്ല ബോധ്യം സർക്കാരുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു നീക്കം നടത്തുന്നില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, നേരത്തെ ആര്യ പറഞ്ഞതുപോലെ, ചുട്ടു പൊള്ളുന്ന വെയിലാണ്. ഈ പൊള്ളുന്ന വെയിലിൽ രാവിലെ മുതൽ നമ്മളിവിടെ നിൽക്കുമ്പോൾ നമ്മൾ നേരിടുന്ന ബുദ്ധിമുട്ട് ചെറുതല്ല. കൃത്യമായ സമയത്ത് വെള്ളം കുടിച്ചും ഭക്ഷണം കഴിച്ചും ഇവിടെ നിന്നിട്ട് പോലും ഒരു പരിധിക്കപ്പുറത്തേക്ക് തളർന്നു പോകുന്ന അവസ്ഥ നമുക്ക് പോലുമുണ്ട്. അത് പല സമയത്തും ഈ വാർത്തകൾ നൽകേണ്ടാത്ത സമയത്ത് നമുക്കിവിടെ തണലത്ത് കയറി നിൽക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമുണ്ട്. പക്ഷേ ഇവരങ്ങനെയല്ല. ഇവരുടെ പോരാട്ടവീര്യം ചോരാതെ ഇവർ തുടർച്ചയായി ഇങ്ങനെ ഈ റോഡിൽ കുത്തിയിരിക്കുകയാണ്. ചുട്ടു പൊള്ളുന്ന ചൂടാണ് റോഡിലുള്ളത്. അവിടെയാണ് ഇവർ കുത്തിയിരിക്കുന്നത്. അവരിവിടെ കിടക്കുകയാണ്. ഇവിടെ ഇരുന്ന് രാവിലത്തെ കാപ്പി പരാജയപ്പെടുത്താൻ വേണ്ടി സർക്കാർ ഇന്ന് പല കേന്ദ്രങ്ങളിൽ 6 കേന്ദ്രങ്ങളിൽ 6 ജില്ലകളിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ആ പരിശീലന പരിപാടിക്ക് ഹാജർ നില നിർബന്ധമാണെന്ന് അറിയിച്ചിരുന്നു. ആ പരിശീലന പരിപാടി കഴിഞ്ഞതുകൊണ്ടാണ് ആളുകൾ കൂടുതൽ എത്തുന്നത്. അമൽ പറഞ്ഞതുപോലെ പൊരിവെയിലത്ത് സമരമിരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന്, ഫീൽഡിൽ ആശാ വർക്കർ എന്നുള്ള നിലയ്ക്ക് സ്തുത്യർഹമായ സേവനം അനുഷ്ഠിക്കുന്നവരാണ്. കോവിഡ് പോരാളികൾ വിളിച്ചവർ പ്രശംസിക്കുന്നവരാണ്. വീരചക്രം അതിൻ്റെ പേരിൽ വാങ്ങുന്ന ആളുകളാണ് നമ്മുടെ അധികാരികൾ. പക്ഷെ തെരുവിൽ വന്നിരിക്കുന്ന ഈ സ്ത്രീകളെ അവർക്ക് എങ്ങനെയാണ് അവഗണിക്കാൻ പറ്റുന്നത്? 36 ദിവസമായി പൊരിവെയിലത്തിരിക്കുകയാണ്. എന്താണ് സർക്കാർ സമാധാനം പറയാനുള്ളത്? അവർ അടച്ചാക്ഷേപിക്കുകയാണ്, പരിഹസിക്കുകയാണ്. ഇത് അപമാനിക്കുന്നതുകൊണ്ടാണ് സ്ത്രീകൾ കുഴഞ്ഞു വീഴുന്നത്. കരുത്തില്ലാത്ത സ്ത്രീകളല്ല, മറിച്ച് സ്ത്രീകളെ അവിടെ അപമാനിക്കുകയാണ്, പരിഹസിക്കുകയാണ്, അവരെ ആക്ഷേപിക്കുകയാണ്, അവഗണിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരാൾക്ക് കൂടി എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അവിടെ കൂടുതൽ ആളുകൾ അവശരാവുന്നുണ്ട്. രാവിലെയുള്ള ഒരു ആരോഗ്യം ഇവർക്ക് നിലവിലില്ല എന്ന് പറയാൻ കഴിയും. ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്, വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ വെയിൽ താങ്ങാൻ കഴിയുന്ന വെയിലല്ല. ഈ നേരത്തെ ആരോഗ്യവകുപ്പ് നൽകിയിരുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് രാവിലെ 10 മണി മുതൽ 3 മണി വരെയുള്ള വെയിൽ കൊള്ളുന്നത് സൂക്ഷിച്ച് വേണം എന്നുള്ളതാണ്. അതായത് അത്ര പ്രതിസന്ധി ഉണ്ടാക്കുന്ന വെയിലാണ്, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വെയിലാണ്, ചൂടാണ് നാട്ടിലുള്ളത്. അതിനാൽ തന്നെ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു.
അതിനിടയിലാണ് ഈ സമരത്തിലേക്ക് ഈ ആശാവർക്കർമാർ ഇറങ്ങുന്നത്. അവർക്ക് അവരുടെ പോരാട്ടം എന്ന് പറയുന്നത് ഈ വെയിലത്ത് വാടിപ്പോകാൻ കഴിയുന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള പോരാട്ടമല്ല. ശക്തമായ മഴയുണ്ടായിരുന്നു. ആ മഴയത്ത് മഴ നനഞ്ഞ് കെട്ടിയൊരു പന്തലുണ്ടായിരുന്നു. ആ പന്തൽ പോലും അഴിച്ചു കളഞ്ഞാണ് അന്ന് പോലീസ് അതിനെ നേരിട്ടത്. അങ്ങനെ ആ വെയിലത്തും കനത്ത മഴയത്തും എല്ലാം സമരം ചെയ്തവരാണ് അവർ. അതിനാൽ തന്നെ ഈ ഒരു വെയിലിന്റെ പേരിൽ അല്ലെങ്കിൽ ചൂടിന്റെ പേരിൽ ഇവിടെ നിന്നും ഏറ്റുപോകണം എന്ന് പറയാൻ കഴിയില്ല, പോകുമെന്ന് വിചാരിക്കാനും ആവില്ല. അവരുടെ സമരം ഓരോ ദിവസവും കൂടുതൽ ശക്തമാവുകയാണ്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്ക് സമരസമിതിയുടെ ഒരു പ്രഖ്യാപനം കൂടി ഉണ്ടാകുന്നുണ്ട്. ഈ സമരത്തിനെതിരെ എന്തെല്ലാം തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തിയാലും, ഈ സമരം അട്ടിമറിക്കാൻ എന്തെല്ലാം തരത്തിലുള്ള നീക്കം നടത്തിയാലും സമരം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. 20-ാം തീയതി മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം എന്നുള്ളതാണ്. ഈ 36 ദിവസവും രാപ്പകൽ സമരമായിരുന്നു, ഉപരോധമായിരുന്നു, കുടുംബസംഗമമായിരുന്നുവെങ്കിൽ ഇനിയിപ്പോൾ അങ്ങനെ ആകില്ല. സമരം കൂടുതൽ കടുപ്പിക്കുകയാണ്. ആശാ വർക്കർമാർ തന്നെ നിരാഹാര സമരമിരിക്കും. അതിനായി പ്രത്യേക പന്തലടക്കം ക്രമീകരിച്ച് സമരമിരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ആരൊക്കെയാകും സമരമിരിക്കുക എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. പക്ഷേ സമരത്തിന് ഈ 36 ദിവസം പിന്നിടുമ്പോഴും ഈ ആശാപ്രവർത്തകരുടെ പോരാട്ട വീര്യം സമരഭൂമിയിൽ ഒട്ടും ചോരില്ല എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. എന്തായാലും കാണുമ്പോൾ നോക്കൂ, തളർന്ന് വീണിരിക്കുകയാണ് ഒരു ആശാപ്രവർത്തക. അവർക്ക് വെള്ളം കൊടുത്തും അവരെ വീശിയും സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് ചുറ്റും. പക്ഷെ അമൽ പറഞ്ഞതുപോലെ ഇന്ന് രാവിലെ നമ്മൾ സെക്രട്ടേറിയറ്റിന് പരിസരത്ത് കാണുന്ന ദൃശ്യങ്ങളല്ല ഇപ്പോൾ കാണുന്നത്. ആളുകൾ, ആശാപ്രവർത്തകർ കൂടിക്കൂടി വരികയാണ് ആ സമരവേദിയിലേക്ക്, സമരമുഖത്തേക്ക്. നോക്കൂ, സെക്രട്ടേറിയറ്റിന് മുന്നിലാണ്. നിയമസഭ ചേരുന്ന ഒരു ദിവസമാണ്. നമ്മുടെ മന്ത്രിമാർ, നമ്മുടെ MLA-മാരൊക്കെ സഭയിലേക്ക് പോകുന്നൊരു വഴി കൂടിയാണ്. അവിടെയാണ് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ, നമ്മുടെ ആശാപ്രവർത്തകർ ഇങ്ങനെ ഈ ചുട്ടുപൊള്ളുന്ന വെയിലിൽ സമരം ഇരുന്ന് കുഴഞ്ഞ് വീണ് തളർന്നു വീഴുന്നത്. എന്നിട്ട് പോലും ഒന്ന് അവിടേക്ക് എത്താൻ, അവരുമായി സംസാരിക്കാൻ ഒന്നും ആരും തയ്യാറാകുന്നില്ല.